ഇന്നൊരു സ്പെഷ്യൽ ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. റേഷൻ അരി കൊണ്ടാണ് ഈ ബിരിയാണി തയ്യാറാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള അരി എടുത്ത് നന്നായിട്ട് കഴുകുക. ഒരു 5-6 തവണ നന്നായിട്ട് കഴുകുക. കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാക്കാം. വെള്ളം കുറച്ചൊരു ചൂടായി വരുമ്പോൾ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി ആ വെള്ളം ഒന്ന് കളയാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വെച്ചാൽ റേഷൻ അരിക്ക് ഉണ്ടാകുന്ന ഒരു മണം ഉണ്ടല്ലോ, അതും പോവാനും അതുപോലെ സ്റ്റാർച്ചൊക്കെ ഒന്ന് കുറയാനും നല്ലതാണ്. പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാം. ഇനി അതിൻ്റെ മസാല തയ്യാറാക്കാൻ ഒരു വലിയ സവാള, ഒരു മീഡിയം സൈസ് തക്കാളിയും പച്ചമുളക്, ഇഞ്ചി ഒക്കെയാണ് എടുത്തിരിക്കുന്നത്. ഇനി ആദ്യം സവാള കുറച്ച് ബട്ടർ ഒഴിച്ച് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പാകത്തിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് പെട്ടെന്ന് വഴന്ന് കിട്ടാനാണ് കുറച്ച് ഉപ്പ് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴറ്റിയെടുക്കുമ്പോൾ തന്നെ അപ്പുറത്ത് ചോറ് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് അതൊന്ന് തുറന്ന് നോക്കണം, വേവൊക്കെ പാകമാകുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് തുറന്ന് നോക്കണം. ഇപ്പോൾ ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ഇനി അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് വെച്ചതാണ്. ഇതിൻ്റെ പുറത്ത് ഒരു നാര് പോലെ ഒരു ഭാഗം, അത് അതിൻ്റെ വേസ്റ്റാണ്, അത് കളയാം. അതൊരു വയറുവേദനയൊക്കെ ഉണ്ടാവുമെന്ന് പറയും. അപ്പോൾ അത് കളയാൻ വേണ്ടി ജസ്റ്റ് ആ കത്തിയുടെ ആ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് അതിലോട്ട് വലിച്ചാൽ അത് കിട്ടും. അപ്പോൾ എല്ലാം അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് കഴുകിയെടുത്ത ചെമ്മീനാണ്. അപ്പോൾ ഉള്ളിയൊക്കെ ഇപ്പോൾ വഴറ്റി പാകമായിട്ടുണ്ട്. ഇനി അതിലേക്ക് തക്കാളി ചേർക്കാം. റേഷൻ അരിയാണ്, പെട്ടെന്ന് വേവുന്നതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് ചോറ് വെന്തോ നോക്കണം. ഒന്നും കൂടെ ആവാനുണ്ട്, ഒരു 2 മിനിറ്റും കൂടെ ഒന്നുകൂടെ വേവട്ടെ. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചോറൊക്കെ വെന്ത് പാകമായിട്ട് നല്ല വേവരുത്, ഒരു 1/4 ഭാഗം വേവായാൽ മതി. ഇനി മസാലയിലേക്ക് വേണ്ട പൊടികളിടാണ്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. മല്ലിപ്പൊടി 2 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്, കാശ്മീരി ചില്ലിയാണ് ഇട്ടത്, 1 സ്പൂണ് കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട്. മസാല അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ കുറേശ്ശെയായിട്ട് ഇടയ്ക്ക് ഒന്ന് വറ്റി വരുമ്പോൾ വീണ്ടും കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം. പിന്നെ 1 സ്പൂണ് ഗരം മസാല അതും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചോറിൽ സാധാരണ പച്ചവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി ആ വെള്ളം കൂടെ ഒന്ന് കളയുക. വെള്ളം വാർത്തെടുത്തതിന് ശേഷം ആ ചോറാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുക. ഇനി ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേക്കും അവിടെ മസാല റെഡിയാവും. ഈ ഫ്രൈ ചെയ്തെടുത്ത ചെമ്മീനാണ് നമ്മൾ ബിരിയാണിയുടെ മസാലയിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ചെമ്മീനൊക്കെ ഇപ്പോൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റും കൂടെ ഒന്നും കൂടെ വേവിക്കാം. അതിൽ വെള്ളം കുറവാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി അപ്പുറത്ത് നമുക്ക് ചോറ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ബട്ടർ എടുത്ത് ബട്ടർ ചൂടായി വരുമ്പോൾ പട്ട, ഗ്രാമ്പൂ, ഏലക്കായ എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ചോറ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആ നെയ്യിൻ്റെയും എല്ലാം മണവും ഇതൊക്കെ വരാൻ വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ചോറിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. പിന്നെ ഒരു മഞ്ഞ നിറം കിട്ടാൻ വേണ്ടി കുറച്ച് മഞ്ഞളും കൂടെ ചേർത്ത്, അതായത് ഉപ്പും മഞ്ഞളും കൂടെ ചേർത്ത് ഒരു 1/4 ഗ്ലാസ്സോളം വെള്ളം ഈ ചോറിൽ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ ചോറ് മുകൾ ഭാഗത്ത് ഇങ്ങനെ പരത്തി ഇട്ട് കൊടുക്കാം. എല്ലാ ചോറും ഇട്ടതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് നന്നായിട്ട് അമർത്തി വയ്ക്കാം. അമർത്തി വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഒഴിക്കാം. ഇനി കുറച്ച് സവാള ഫ്രൈ ചെയ്ത് അതും കൂടെ അതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം. അടച്ച് വെച്ച് സിമ്മിലിട്ടിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഒന്നും കൂടെ വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ തീ ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് അതേപോലെ അടച്ച് വെച്ചാൽ മതി. തീ ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റും കൂടെ അടച്ച് വെച്ചാൽ മതി. അപ്പോഴേക്കും ആ മസാലയുടെ ആ മണം എല്ലാം ചോറിലേക്ക് ഇട്ടിട്ടുണ്ടാകും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്.
സാധാരണ നമ്മൾ ബിരിയാണി റൈസ് വെച്ച് ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചെമ്മീനൊക്കെ കിട്ടുന്ന സമയത്ത് വീട്ടിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസൊക്കെ തന്നെയുള്ളൂ. അധികം ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഏതാണോ നമ്മളെ വീട്ടിലുള്ളത് അത് വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അതിൻ്റെ എന്താ നിങ്ങളുടെ കമൻറ്റ് അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.